ലുലുവിൽ പാർക്കിംഗ് തപ്പി ഏറ്റവും മുകളിൽ വന്നിട്ട് ഭയങ്കര വെയിൽ കേട്ടോ. താഴത്തെ പാർക്കിങ്ങിൽ ഒന്നും ഇടയില്ല, നല്ല റഷ്, നല്ല തിരക്ക്. നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ബീച്ച് ഫുഡ് ഫെസ്റ്റും പിന്നെ ക്രിസ്മസിന്റെ പ്രോഗ്രാംസും കുറേ അധികം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഫസ്റ്റ് ക്ലിപ്സ് കണ്ടപ്പോഴേ മനസ്സിലായി ഇന്നത്തെ ഒരു ട്രാവലിംഗ് വ്ലോഗാണ്. അപ്പം നമ്മളിതാ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് 2 കാറിലാണ്. നമ്മുടെ മുന്നിലത്തെ കാർ നമ്മുടെ കസിൻസിൻ്റെ ആണ്. നമ്മളൊരു കാറിൽ അത്തച്ച് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു കസിനും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇതാ കോട്ടയത്ത് തുടങ്ങിയിട്ടുള്ള ലുലു കാണാൻ വേണ്ടിയിട്ട് ആണ് ഇറങ്ങിയിട്ടുള്ളത്. സോ നമ്മളിവിടെ വരുമ്പോൾ നല്ല തിരക്ക്. ഇത് ഏത് ദിവസമാണെന്നറിയോ? ഡിസംബർ 25-നാണ് നമ്മൾ ലുലു കാണാൻ ഇറങ്ങിയിട്ടുള്ളത്. സോ എല്ലാവർക്കും അവധി ആയതുകൊണ്ട് തന്നെയും പിന്നെ ക്രിസ്മസ് ഈവൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് എല്ലാവരും പുറത്തിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ വന്നപ്പോൾ നല്ല തിരക്ക്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ കുറേ നേരം എടുത്തിട്ടാണ് ഇതിൻ്റെ പാർക്കിങ്ങിലേക്ക് തന്നെ നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ലുലു വന്നിട്ട് നമ്മൾ പോകാതിരിക്കുന്ന മോശമല്ല. എറണാകുളത്തുള്ള ലുലു തണ്ടി തിരിയാറുണ്ട്. അതേപോലെ നമ്മുടെ കോട്ടയത്തും യൂസുഫ് അലിക്ക ഒരു ലുലു ഒക്കെ തുടങ്ങിയപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പോകണം. അപ്പോൾ നമ്മളിത് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിന് ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇല്ലടാ, മുകളിലോട്ടാണ്, നിലയല്ലേ ഇത്. ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ ഒന്നും ഇടയില്ല, പോട്ടെ. ഇടയൊക്കെ ഉണ്ടാവും. 1F കേറി പോട്ടെ, നമ്മൾ ഇറങ്ങിക്കോ. നമുക്കില്ല ഇവിടെ 1-2 നമ്മൾ ലുലുവില് പാർക്കിംഗ് തപ്പി ഏറ്റവും മുകളിൽ വന്നിട്ട് ഭയങ്കര വെയിൽ കേട്ടോ. താഴത്തെ പാർക്കിങ്ങിൽ ഒന്നും ഇടയില്ല, നല്ല റഷ്, നല്ല തിരക്കുണ്ട്. പിന്നെ ക്രിസ്മസ് ഡേയിൽ വന്നാൽ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ നമുക്ക് പാർക്കിങ്ങിനുള്ളൊരു സൗകര്യം കിട്ടുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അതും ഇല്ല, ഭയങ്കര വെയിൽ, രക്ഷയില്ല. ഇനി താഴെ AC ഒക്കെ കയറണം. ഓക്കെ, ഫൈനലി ഗൈസ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്കൊരു സ്പോട്ടൊക്കെ കിട്ടി. അതും റൂഫ് ടോപ്പിലാണ്. തിരിച്ചു വരുമ്പോൾ വണ്ടിയൊക്കെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നുണ്ടാവും. എന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് നേരെ ലുലുവിലേക്ക് കയറി. ആ പൊരി വെയിലത്തുകൊണ്ട് ലുലുവിൻ്റെ ഉള്ളിലുള്ള AC-യിലേക്ക് കയറിയപ്പോൾ ഒരു വലിയ ആശ്വാസമായിരുന്നേ. അങ്ങനെ നേരെ വന്നത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. നല്ല റഷ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല കുറേ ഓഫേഴ്സുണ്ട്. പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ലുലു ഒക്കെ പോലെ വലിയൊരു ലുലു അല്ല, പക്ഷെ ഒരു കുഞ്ഞ് മിനി വേർഷൻ ഓഫ് ലുലു ആണ്. അപ്പോൾ എവിടെയൊക്കെ ഹൈപ്പർ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ പോയാലും നമ്മുടെ കണ്ടു പോകുന്ന എങ്ങോട്ടായിരിക്കും? ഫുഡ് അടിക്കാനുള്ള സാധനങ്ങളിലേക്ക്. അപ്പോൾ ഇതാ കുറച്ച് സ്നാക്ക് ഐറ്റംസ് നമ്മൾ 4 ഡോണറ്റ്, 4 ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഡോണറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരുത്തിന് വണ്ടി എടുത്തേ പറ്റും. ഇത്രയും വലിയ ട്രോളി വാങ്ങിയിട്ട് അതിൻ്റെ അകത്ത് 4 ഡോണറ്റും ഇട്ട് ആ ഹൈപ്പറിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അതിന് ശേഷം ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ച് ചോക്ലേറ്റ്സ് പറക്കി ഇടാമെന്നൊക്കെ പറഞ്ഞ് ഇട്ടെങ്കിലും തിരിച്ച് ഇതൊക്കെ അതേവിടെ അവിടെ വെക്കണമെന്നുള്ളതുകൊണ്ട് അതേവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എനിക്കവിടെ ജോലി കിട്ടിയോന്നൊക്കെ ഉള്ള. എന്നിട്ട് വീട്ടുകാർ പറയുകയാണ് എന്തെങ്കിലുമൊക്കെ സാധനം എടുത്ത് ഇടയില്ല, നാണക്കേടാന്ന്. അങ്ങനെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി ബില്ലിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. ബില്ലിങ്ങിൻ്റെ അവിടുത്തെ ആൾക്കാരാണ് കേട്ടോ, ക്യൂ ആണ് ഈ നിൽക്കുന്നത്. എനിവേ ഒരാളെ അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ അധികം ലേറ്റ് ആയില്ല, എന്നാലും കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ അതിവിടുന്ന് നമ്മൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വലിയ വലിയ ബ്രാൻഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറേ ഷോപ്സ് ഒന്നുമില്ല. നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ, ലുലുവിൻ്റെ കണക്റ്റ്, ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോർ, സീലിയോ, KFC, ലൂയി ഫിലിപ്പ്, അങ്ങനത്തെ കുഞ്ഞു കുറച്ച് ഷോപ്സാണ്. കുറച്ച് ഷോറൂംസേ ഉള്ളൂ, കുഞ്ഞിതല്ല, കുറച്ച് ഷോറൂംസേ ഉള്ളൂ. ആൻഡ് ബാക്കിയൊക്കെ ഇൻഷാല്ല വരുന്ന ഡേയ്സിൽ വരുമായിരിക്കും. അതുപോലെ തന്നെ ഫണ്ടൂറയുടെ ഒരു മിനി വേർഷനും ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ ഗെയിംസിലോ കാര്യങ്ങളോ ഒന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല കേട്ടോ. ഉള്ള സ്പേസിൽ നല്ല അടിപൊളിയായിട്ട് അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഗെയിംസും കാര്യങ്ങളും ഒക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കും മക്കളെ, ഇത്രയധികം വണ്ടികളിലുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് ഫുള്ളുള്ളത്. ഇത് കൂടാണ്ട് 2-3 നിലകളിലായിട്ട് കാർ പാർക്കിങ് വേറെയുണ്ട്. അവിടെയും ഇതേപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെയും ഇതേപോലെ വണ്ടികളുണ്ട്. അപ്പോൾ അതിലുള്ളിലുള്ള വന്ന ആൾക്കാരൊക്കെ ലുലുവിൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ് കിട്ടിയില്ല. സോ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ പുറത്തിറങ്ങിയിട്ട് കഴിക്കാം. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടില്ല, ഇരുന്ന് കഴിക്കാനും നമുക്ക് സ്പേസ് കിട്ടില്ല. അങ്ങനെ എല്ലാവരും നമ്മൾ കൂട്ടത്തിൽ വന്ന എല്ലാവരും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കസിൻസാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്നാൽ പിന്നെ ഇനി ഇരുന്ന് കഴിക്കാൻ ഡോണറ്റ് കഴിക്കാനുള്ള സ്പേസ് കിട്ടില്ല. എന്നാൽ പിന്നെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഓരോരുത്തർ ഓപ്പണാക്കി കഴിക്കുന്നുണ്ട്. പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള ഡോണറ്റ്സ് ആണ്, എല്ലാം അടിപൊളിയാണ്, നൈസായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ഭയങ്കര ആർഭാടത്തിൽ എല്ലാവരും പയ്യെ സൈഡൊക്കെ പൊട്ടിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ.
അല്ലെങ്കിൽ ഇതൊക്കെ ഒറ്റയടിക്ക് എങ്ങനെയും വലിച്ചു കീറി വായിലിടുന്ന പിള്ളേരാണ്. ഭയങ്കര സ്റ്റൈലായിട്ട് തുറന്ന് പയ്യെ വായിലേക്കൊക്കെ എടുത്ത് കടിക്കുന്നത്. എന്തൊക്കെ കാണണം ഇവിടെ അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഇതേ 2-3 ചോക്ലേറ്റ് നമ്മുടെ കിക്കാറ്റ് ഡോണറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കിക്കാറ്റ് ഒടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അവനാണെങ്കിൽ ബുദ്ധിമാനായതുകൊണ്ട് തന്നെ കിക്കാറ്റിൻ്റെ ഒരു സൈഡിൽ കൈ വെച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് ഓടിക്കാൻ കൊടുത്തത്. അപ്പോൾ കൈ വെച്ച കിക്കാറ്റിൻ്റെ പോർഷൻ അവന് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ പുള്ളി കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലൂ ചിപ്പ് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഡോണറ്റ് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ ആ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് പയ്യെ ഇനി അടുത്ത് എന്താണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുക. കണ്ടില്ലേ, അടുത്തവൻ്റെ ഷോ ഓഫ്. അവനെ റെഡി ആയിട്ട് അവനെ അടിപൊളിയായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെക്കൻ സൂപ്പറാണോ, ഇങ്ങനെയുണ്ട്, വൈബാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനെന്താ അവിടെ നിന്ന് ഡോണറ്റൊക്കെ കഴിക്കുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് എനിക്കറിയാം, ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം ഭയങ്കര ലാഗിലാണ് വീഡിയോസ് ഇടുന്നത്. ഇത് തന്നെ ഡിസംബർ 25-ാം തീയതി നമ്മൾ പോയ വീഡിയോ ആണ്. ഇന്നിപ്പോൾ ഞാൻ എന്നാ ഇടുന്നതെന്നുള്ള എനിക്കറിയില്ല. അപ്പോൾ എനിവേ നമ്മൾ ലുലുവിലെ പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ തിരിച്ചു പോവാണ്. ഭയങ്കര ചൂട് ഗൈസ്, ഒരു രക്ഷയില്ല. കാസർഗോഡേക്ക് സ്റ്റിയറിംഗ് പിടിക്കാൻ അമ്മച്ചി വീട്ടിൽ നിന്ന് ഒരു ജ്യൂസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വന്നപ്പോൾ തൊട്ട് പൊമഗ്രനേറ്റ് ഒരു ജ്യൂസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മനുഷ്യന്മാര് കുടിക്കാത്തൊരു സാധനമായിട്ട് ഇറങ്ങിയിട്ട് ലുലൂലാന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. മറ്റേ വലിയ നമ്മുടെ എറണാകുളം പോലെ അത്ര വലുതൊന്നല്ല, എന്നാലും നമ്മള് നമ്മുടെ നാട്ടില് ലുലു ഒന്നോ കണ്ടു നമ്മള് തിരിച്ചു പോവാണ്. ഭയങ്കര ചൂട്. അമ്മച്ചിയുടെ ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങള്. ചൂടുവെള്ളം, അതെ, ജ്യൂസൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. കുഞ്ഞു ലുലുവാണ്, പക്ഷെ ഇനിവേ നമ്മൾ കണ്ടു. നമ്മൾ തിരിച്ചുവിടുന്ന ഓക്കെ. അങ്ങനെ നമ്മുടെ സ്വന്തം ലുലു ഒക്കെ കണ്ട് നമ്മൾ പയ്യെ തിരിച്ചിറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കോട്ടയംകാർക്ക് 3 എല്ലുകളുണ്ടെന്ന് പറയാറുണ്ട് അല്ലേ. 3 L's ഓഫ് കോട്ടയം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ലെറ്റേഴ്സ്, ലേക്സ് ആൻഡ് ലാറ്റക്സ് എന്നാണ്. അപ്പോൾ 3 എല്ലുകൾ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സ്വന്തം യൂസഫ് അലി ഇക്കാൻ്റെ ഒരു എല്ലും കൂടെ കൂടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലുലുവും കൂടെ കോട്ടയത്തിന് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 എല്ലുകളാണ് കേട്ടോ. വെറും കോട്ടയംകാരല്ല, 4 എല്ലുകൾ കൂടുതലുള്ള കോട്ടയംകാരാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇറങ്ങി ഫുഡ് അടിക്കാനൊക്കെ പ്ലേസ് തപ്പിങ്ങളെ സൈഡിൽ നമ്മൾ 2 കാറുകളും കൂടെ പാർക്ക് ചെയ്ത് നിന്നപ്പം ഓരോരുത്തർ പല സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. അവിടെ നിന്ന് നേരെ നമ്മൾ സെലക്ട് ചെയ്തത് ആലപ്പുഴ ബീച്ചാണ്. സോ ഇനി നമ്മൾ വെച്ച് പിടിക്കാൻ പോകുന്നത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. അപ്പം ലുലുവിൻ്റെ മുന്നിൽ വലിയ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും വെയിലിൻ്റെ കാഠിന്യം കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ആഗ്രഹം സൈഡാക്കി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച നേരെ ലുലുവിൽ വരുന്നു, കാണുന്നു, അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്കും ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത്. അങ്ങനെ പെട്ടെന്നാണ് നമ്മളിത് ആലപ്പുഴ ബീച്ചിലേക്ക് പോകാമെന്നൊരു പ്ലാൻ ഇടുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ട്രാവലിംഗ് ചെയ്ത് തുടങ്ങി പകുതി എത്തിയപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും നല്ലോണം ദാഹിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കരിക്കൊക്കെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് വഴിയിൽ നിർത്തി കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ട്രിപ്പ് പോകുന്ന ആൾക്കാരാണോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്ത് വന്നിട്ടുണ്ടോ, കോട്ടയം ലുലു കണ്ടിട്ടുണ്ടോ, അതോ നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി കോട്ടയംകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതെ പോകരുത് കേട്ടോ. കാരണം നമ്മൾ കോട്ടയംകാരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തിരിച്ചറിയാൻ കിട്ടുന്ന ഒരു ഓപ്ഷനല്ലേ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ദാ നേരെ അവിടെ നിന്ന് കരിക്കൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മുടെ ട്രാവലിംഗ് തുടങ്ങി. ദാ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലും കുറേയധികം എന്തൊക്കെയോ പരിപാടീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചെന്നതേ ഫുഡ് ഫെസ്റ്റ് എന്നുള്ളത് നമ്മുടെ കണ്ണിൽ പെട്ടത്. അപ്പോൾ അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്കിനി കണ്ടിട്ട് വരാം. നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ബീച്ച് ഫുഡ് ഫെസ്റ്റും പിന്നെ ക്രിസ്മസിൻ്റെ പ്രോഗ്രാംസും കുറേയധികം റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ട് റൈഡ്സൊക്കെ. പിന്നെ മറൈൻ വേൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, കം ലെറ്റ്സ് ഗോ. ബീച്ചിലേക്ക് വരുന്ന ഒരു പ്ലാനും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രിക്കോഷൻസും കാര്യങ്ങളും ഒന്നും എടുക്കാണ്ട് നമ്മൾ വെറുതെ വന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാലിൽ ഷൂസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ നിന്നില്ല. അതാ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ബീച്ചിലേക്ക് ഇറങ്ങി വെള്ളത്തിൻ്റെ കൂടെ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് വൈബടിച്ച് ഒരു ചെറിയ സൺസെറ്റൊക്കെ കണ്ട് നമ്മളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മൾ വന്നത് കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു. ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ഭംഗി നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. അപ്പം നിങ്ങൾ ആലപ്പുഴക്കാരെല്ലാം ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. കോട്ടയംകാരെ മാത്രം നമ്മൾ പറഞ്ഞു ആലപ്പുഴ വന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ ആലപ്പുഴക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല എന്നൊരു ചോദ്യം വേണ്ട. ആലപ്പുഴക്കാർ നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം, നമുക്കറിയാമല്ലോ. അപ്പോൾ കണ്ടില്ലേ എന്ത് രസമാണ് ബീച്ചിൽ.
അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാരെ നമ്മൾ കണ്ടു കേട്ടോ. നമുക്കറിയാവുന്ന കുറേ ആൾക്കാരെ കണ്ടു. അതുപോലെ ഈ റൈറ്റ്സിൽ കയറാൻ വേണ്ടിയുള്ള ക്യൂ എൻ്റെ മക്കളെ കയറണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ക്യൂ കഴിഞ്ഞിട്ട് നമുക്കിന്ന് തിരിച്ച് വീട്ടിലേക്കും പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാനൊക്കെ ഒഴിവാക്കി. പിന്നെ ഫുഡ് അടിക്കാമെന്നും പറഞ്ഞത് ആ കപ്പയും നമ്മുടെ കക്ക ഇറച്ചിയും വാങ്ങിയിട്ടുണ്ട്. കൂടാണ്ട് മുട്ട ബജിയും മുളക് ബജിയും ഉഴുന്നുവടയും അങ്ങനെ കുറേയധികം സ്നാക്സ് ഐറ്റംസും ആ ഒരു സൺസെറ്റൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ എന്ത് രസമായിരുന്നെന്നോ. അടിപൊളിയായിരുന്നേ. നേരെ നമ്മൾ മറൈൻ വേൾഡിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. അവിടെയും അതിനപ്പുറം ക്യൂ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ലേറ്റ് ആവും. സോ അതിങ്ങനെ ലേറ്റ് ആവാണ്ട് നമ്മൾ അതൊന്നും കാണാതെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ആലപ്പുഴ ബീച്ചിൽ നിന്ന് വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആലപ്പുഴ ബീച്ചിനോട് ബൈ ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാം എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങുകയാണ് ഗായ്സ്. ഇനി നമുക്ക് ഫുഡ് അടിക്കണം, വീട്ടിലേക്കും പോകണം. ഭയങ്കര ബ്ലോക്കാണ്. നമ്മളിവിടെ കിടക്കാൻ തുടങ്ങിയിട്ടൊരു അരമണിക്കൂറായിട്ടുണ്ട്. അങ്ങനെ നീണ്ട ഒരു 1.5 മണിക്കൂർ ബ്ലോക്കിന് ശേഷം നമ്മൾ ആലപ്പുഴയിലുള്ള കുബാബ കുഴിമന്തിയിൽ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ വന്നതേ നമ്മൾ നേരെ അൽഫസ്ലൂഫ് മന്തിയും അൽഫാമും പൊറോട്ടയും ചില്ലി ചിക്കനും ഒക്കെ പറഞ്ഞു. ആൻഡ് കൂടെ നമ്മൾ മജ്ലിസിലിരുന്നായിരുന്നു കേട്ടോ ഫുഡും കഴിച്ചത്. അപ്പോൾ എനിവേ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.